രാവിലെ തന്നെ ഈ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് എങ്ങോട്ടാന്നല്ലേ? ഞാനും മാമിയും കുറച്ച് പരിപാടികളായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ പോകുന്നത് മെഡിക്കൽ കോളേജിലോട്ടാണ്. അവിടെ അയാൻ ഉണ്ട്. അപ്പോൾ അവനെ കാണണം. അങ്ങനെ ഞങ്ങൾ ആദ്യം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴത്തേക്കും കാക്കച്ചി ഓൾറെഡി അവിടെ വന്ന് വെയിറ്റ് ചെയ്യുക. അവനെ കയറ്റി വിട്ടിട്ടില്ല. അപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഒരാളെ കയറ്റി വിടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാമിയെ കയറ്റി വിട്ടിട്ട് ഞാൻ കാക്കച്ചിയുടെ കൂടെ അയാനുള്ള ഫുഡ് മേടിക്കാൻ വേണ്ടി പുറത്തു പോയി. ഫുഡ് മേടിച്ചിട്ട് വന്നപ്പോൾ ഫാത്തി കൊച്ചിനെ എടുത്തുകൊണ്ട് താഴെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ കൂടെ കുറേ നേരം കളിച്ച് ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞു. അവൻ്റെ നിന്ന് കുറേ ഇടിയൊക്കെ കൊണ്ട് കുറേ നേരം അങ്ങനെ അങ്ങ് നിന്നു. അവനാണെങ്കിൽ കോയിൻ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് മെഡിക്കൽ കോളേജിൽ പോയി നിന്നത്. ഒരു 3-4 ദിവസമായിട്ട് അവൻ അവിടെ അഡ്മിറ്റാണ്. ഇതുവരെയും വയറ്റിലുള്ള ആ കോയിൻ പോയിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും മാമിയും കൂടെ നേരെ വന്നത് രാമചന്ദ്രൻ്റെ വിമൻ ആൻഡ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് വന്നത്. അവിടെ വന്ന് ഒരു ജോഡി ഡ്രസ്സും എടുത്ത് പിന്നെ ഗ്രോസറി ഐറ്റംസൊക്കെ മേടിക്കണമായിരുന്നു. അവിടെ ഭയങ്കര ഓഫറായിരുന്നു. അങ്ങനെ സാധനങ്ങളല്ല. ഇതാണെങ്കിൽ ഒരു ബാലൻസ് ഇല്ലാത്ത വണ്ടിയാണ്. അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു. കാരണം പെരുന്നാളൊക്കെ വരുമല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ പർച്ചേസും അന്നുണ്ടായിരുന്നു. എല്ലാം ചെയ്തിട്ട് ഇതാണ് വാഴക്കൂമ്പ് വരെ ഇരിക്കണം. വെറുതെ വീട്ടിൽ വാഴ വെട്ടിക്കളഞ്ഞാൽ പോലും ആർക്കും വേണ്ടാത്ത സാധനങ്ങളാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ. ഇവിടെയൊക്കെ വന്ന് മേടിക്കാനും ഉണ്ടല്ലോ എന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി. മുകളിൽ ചെന്നപ്പോൾ ലേഡീസിൻ്റെ ഡ്രസ്സ് കുർത്തയൊക്കെ ബൈ 1 get 1 ആണ്, 499. പിന്നെ അതുപോലെ പലാസോയൊക്കെ 199 ഉള്ളായിരുന്നു. പിന്നെ അല്ലാത്ത പ്രീമിയം കുർത്തീസൊക്കെ 599. പിന്നെ ഒരു കുർത്തി എടുത്ത ഒരു ലെഗിൻസ് ഫ്രീ. അങ്ങനെയൊക്കെ ഉള്ള ഓഫേഴ്സ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു വീട്ടിലതൊക്കെ എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമായിരുന്നു. ഭയങ്കര അഫോർഡബിൾ റേഞ്ചിനാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഈദിൻ്റെ ഓഫർ നടക്കുകയാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ കുട്ടികളുടെ സെഷനും മുകളിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചെന്നപ്പോഴത്തേക്കും അവിടെയും നല്ല ഓഫർ പ്രൈസ് ആയിരുന്നു. ബെഡ്ഷീറ്റിനും പിന്നെ ഹോം അപ്ലയൻസിനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഓഫറായിരുന്നു. ഇത്രയും അഫോർഡബിൾ റേഞ്ചിനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ മാറ്റ്, ഞാൻ ആലോചിക്കുന്നു എന്തിനാ ഈ ബെഡൊക്കെ മേടിച്ച് പൈസ കളയുന്നത്. ഇതുപോലത്തെ 3-4 മാറ്റ് മേടിച്ച് തറയിട്ട് കിടന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാം. അത്രയ്ക്ക് പതുപതുത്ത മാറ്റുകൾ. ഇതൊക്കെ എങ്ങനെ തറയിലിട്ട് ചവിട്ടാൻ തോന്നുന്നതോ. അതൊക്കെ ചെരുപ്പൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 99 തൊട്ടാണ് കേട്ടോ. ഭയങ്കര ഓഫർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരെല്ലാം വാങ്ങിയെടുത്തുകൊണ്ട് പോകുന്നുണ്ടായി. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് തന്നെ ചെരുപ്പെല്ലാം അത്യാവശ്യം കാലിയായി തുടങ്ങിയിരുന്നു. പിന്നെ ബില്ല് ചെയ്തതിന് ശേഷം ഞങ്ങൾ ദേ വെളിയിലിറങ്ങി നിൽക്കുക. ആശി കാറും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ കാറ് വന്നപ്പോഴത്തേക്ക് സെക്യൂരിറ്റി അതും ഉന്തി തള്ളി ചെന്ന് എല്ലാം വാരിയെടുത്ത് കാറിൻ്റെ ഡിക്കിയിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ആശി നേരെ കാറിലും വന്നു, മാമി നേരെ സ്കൂട്ടിയിലും വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കാറ് ഒതുക്കിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചേട്ടാ ബൈ ബൈ, സീ യു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.